നമസ്കാരം. ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖഛായ മാറ്റിയത് ഗൾഫ് മണിയാണ്. 70കളിൽ തുടങ്ങി ഏതാണ്ട് 4 ദശാബ്ദക്കാലം തുടർച്ചയായി നീണ്ടുനിന്ന പ്രവാസ സമ്പദ്ഘടന രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല, വികസനത്തിന് ആക്കം കൂട്ടുക കൂടി ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി മന്ദീഭവിച്ചു നിന്ന തൊഴിൽ മേഖല ഗൾഫിൽ വീണ്ടും സജീവമായിരിക്കുകയാണിപ്പോൾ. പ്രവാസികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഗൾഫ് രാജ്യങ്ങൾ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഈ കുടിയേറ്റങ്ങൾക്ക്. ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് പഠനങ്ങളും പറയുന്നത്. കേരളത്തിലെ പ്രവാസികളിൽ നല്ലൊരു ശതമാനവും കുടിയേറിയിരിക്കുന്നത് ഗൾഫ് മേഖലയിലേക്കാണ്. ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്നിൽ മാത്രമാണ് അമേരിക്ക, യൂറോപ്പ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ സ്ഥാനം. മേഖലയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റവും തൊഴിലന്വേഷണവും ഇനിയും കാലങ്ങളോളം തുടരും എന്ന് തന്നെയാണ് പഠന റിപ്പോർട്ടുകളും പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ മുഖ്യ വരുമാന സ്രോതസ്സായി മാറിയിരിക്കുകയാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങൾ. ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണത്തിന്റെ വരവോടെ നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് അഥവാ NRI നിക്ഷേപം കൂടുകയും ഇതിന്റെ ഭാഗമായി ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണത്തിലെ വർധനവ് മുതൽ പുതിയ എയർപോർട്ടുകളും നഗരവൽക്കരണവും വരെ സംഭവിച്ചുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ദുബായിലേക്കുള്ള പ്രവാസികളുടെ കുത്തൊഴുക്കും തുടരുന്നുണ്ട്. 2023 ആദ്യത്തെ 6 മാസം പൂർത്തിയായപ്പോൾ ജനസംഖ്യയിൽ ദുബായിൽ 50,000ന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യോമയാന മേഖല, വ്യാപാരം, സാമ്പത്തികം, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ 2021 മുതൽ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ ഇവിടേക്ക് ആകർഷിക്കാൻ ഇടയായിട്ടുണ്ട്. 2020 കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ദുബായിലെ ജനസംഖ്യയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ സർക്കാർ കോവിഡിനെ നേരിടുന്നതിൽ വിജയിച്ചു തുടങ്ങിയതോടെ ഇതിൽ വർധനവുണ്ടാവാൻ തുടങ്ങി. കോവിഡിന് ശേഷം ഏറ്റവും ആദ്യം തുറന്ന ലോകത്തിലെ നഗരങ്ങളിലൊന്നാണ് ദുബായ്. അതിനാൽ തന്നെ കോവിഡിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് മറ്റു നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതുണ്ടാക്കിയ പുല്ലാപ്പിൽ നിന്ന് വേഗത്തിൽ പുറത്തു വരാനും മികച്ച തൊഴിലന്വേഷകരെ കണ്ടെത്താനും ദുബായിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ എക്സ്പോ 2020 ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെയും പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നതിന് സുപ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ചാൽ 2023 ജൂൺ അവസാനം ദുബായിലെ ജനസംഖ്യ 36 ലക്ഷം കവിഞ്ഞു. 2023 ജൂലൈ 5 ദുബായിലെ ജനസംഖ്യ 36,3286 ആയിരുന്നു. എന്നാൽ ഇത് 2023 തുടക്കത്തിൽ 34,40,500 ആയിരുന്നു. ഏകദേശം 52,886 പേരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 1.59% വരും ഈ വർധനവ്. കഴിഞ്ഞ വർഷത്തിൽ ഏകദേശം 89,190 പേരുടെ വർധനവുണ്ടായിട്ടുണ്ട്. 1960 മുതൽ നഗരത്തിലെ ജനസംഖ്യ 80 മടങ്ങും നഗരപ്രാന്ത പ്രദേശങ്ങളിലെ ജനസംഖ്യ 170 മടങ്ങും വർദ്ധിച്ചിട്ടുണ്ട്. 1960 ആദ്യത്തെ അർബൻ പ്ലാൻ ഇവിടെ നടപ്പാക്കിയത്. ഇറാഖ് യുദ്ധം, 1996-98 ഗൾഫ് മാന്ദ്യം, സ്വദേശി തൊഴിൽവൽക്കരണം, 2008 ആഗോള മാന്ദ്യം എന്നീ ഘട്ടങ്ങളിൽ മാത്രമാണ് ഗൾഫിൽ നിന്ന് മലയാളികൾ മുൻപ് വലിയ തോതിൽ മടങ്ങിയത്. കോവിഡ് മഹാമാരിക്കാലത്ത് മടങ്ങിയെത്തിയ 14.71 ലക്ഷം പേരിൽ 75%-ലധികവും പിന്നീട് മടങ്ങിപ്പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.